ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതും ഹൃദയങ്ങളെ തുളയ്ക്കുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേറൊഴിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം, ശക്തിയുറ്റ വചനം. നാം ആ വചനം ഇപ്പോൾ വായിച്ച് കേൾക്കുകയാണ്. 1 രാജാക്കന്മാർ 19-ന്റെ 5, 6, 7. അങ്ങനെ അവൻ ചൂരച്ചിരട് തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കലിരിക്കുന്നത് കണ്ടു. അവൻ തിന്ന് കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്ന് കുടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഏലിയ പ്രവാചകൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഏലിയ പ്രവാചകൻ നമുക്ക് സമസ്വഭാവമുള്ള ഒരാളായിരുന്നു. സാധാരണ മനുഷ്യരുടെ സ്വഭാവമുള്ള ഒരാളായിരുന്നു. ഏലിയ പ്രവാചകൻ ഭക്തനായിരുന്നു, വിശ്വാസവീരനായിരുന്നു, ദൈവത്തിൻ്റെ ദീർഘദർശിയായിരുന്നു. അനേകം കാര്യങ്ങളിൽ ജനത്തെ നടത്തുവാനുള്ളതായി ദൈവകൃപ ലഭിച്ചയാളായിരുന്നു. എന്നാൽ നമ്മെപ്പോലെ ഒരു ബലഹീന പ്രകൃതിയുള്ള ഒരാളായിരുന്നു. ദൈവം കൃപ തരുന്നതുകൊണ്ടാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. പ്രവാചകന് ദൈവത്തിൻ്റെ പ്രത്യേക കൃപ ലഭിച്ചതുകൊണ്ട് പ്രവാചകന് ശക്തി കിട്ടി. പ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നു ദൈവത്തിന് വചനം പറഞ്ഞു. ഏലിയ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പ്രവാചകനാണ്. നമുക്കറിയാം, ഏലിയ പ്രവാചകൻ ഒരിക്കൽ രാജകൊട്ടാരത്തിലേക്ക് ചെന്ന് അഹാബ് രാജാവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ നാളുകളിൽ, ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല എന്ന്. എന്തൊരു വാക്കാണ് പറഞ്ഞത്! ഞാൻ പറഞ്ഞിട്ടേ മഴയും മഞ്ഞും ഉണ്ടാകുമെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന്. എത്ര കഠോരമായ വാക്കുകളാണ് പറഞ്ഞത്. നാട്ടിൽ മഴയില്ലാതാകും, നാട്ടിൽ മഞ്ഞ് പെയ്യാതാകും, നാട് ഉണങ്ങി വരളും. പ്രവചനറിയാം, അത് പറഞ്ഞ പ്രവാചകനെ അയച്ച് ദൈവത്തിനും അറിയാം. പക്ഷേ അവിടെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തേ പറ്റൂ. ഒരു പെട്ടെന്ന് ഉണർത്താൻ അങ്ങനെ ചില വാക്കുകൾ പറഞ്ഞേ പറ്റൂ. ആൾ ഉണർത്താൻ കഠോരമായ വാക്കുകളാണെന്ന് തോന്നും. മഴ പെയ്യില്ല, മഞ്ഞുണ്ടാവുകയില്ല. അറിയാം, 3.5 വർഷമാണ് അങ്ങനെ നീണ്ടു നിന്നത്. എങ്കിലും എന്താണ് ഈ പ്രവാചകൻ ഇങ്ങനെ ഒരു കഠോരകൃത്യം ചെയ്തത്? ഇത്രയും കഠിനമായൊരു കാര്യം ചെയ്തത് എന്താണ് നമുക്ക് തോന്നാം. പക്ഷേ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ജനത്തെ നശിപ്പിക്കാനല്ല, നേരെ മറിച്ച് ആ ജനത്തെ നേർവഴിയിലേക്ക് നടത്തുവാനായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ ശബ്ദം ശക്തമായി ജനത്തെ അറിയിച്ചു. രാജാവിനെ അറിയിച്ചു, ജനത്തെ അറിയിച്ചു. അതിനുശേഷം ഏലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കെരീത്ത് വക്കിൽ ഒളിച്ചിരുന്നു. അവിടെ നിന്ന് ഏലിയ പ്രവാചകൻ പോയി സരപ്തയിൽ വിധവയുടെ വീട്ടിൽ താമസിച്ചു. 3.5 വർഷമായി വിധവയുടെ വീട്ടിൽ താമസിച്ചു. വിധവയുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു. ആ വിധവയുടെ മകൻ മരിച്ചു. അവനെ പ്രവാചകൻ തൻ്റെ കരത്തിലെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം അവന് ജീവൻ മടക്കി കൊടുത്തു. ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. അത്ഭുതങ്ങൾ നടന്നു. കെരീത്ത് വക്കിൽ ഒളിച്ചിരുന്നപ്പോഴാണ് കാക്ക ആഹാരം കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പവും ഇറച്ചിയും എന്നും തക്ക സമയത്ത്, വേണ്ട സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാ അത്ഭുതങ്ങളാണ്. ഈ പ്രവാചകൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ധാരാളമായി കാണാം. അത്ഭുതങ്ങൾ. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയും, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മെ നോക്കിയും അങ്ങനെ പറയാൻ സാധിക്കണം. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു പറയാൻ സാധിക്കണം. കാരണം അത്ഭുത വിഷയമായി നാം ഈ ഭൂമിയിൽ നിൽക്കണം. ദൈവത്തിൻ്റെ മക്കൾ അത്ഭുത വിഷയമായി നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾ എല്ലാവർക്കും അത്ഭുത വിഷയമായി നിൽക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് സാധിക്കാത്തതായ പല കാര്യങ്ങളും ദൈവത്തിൻ്റെ മക്കൾക്ക് സാധിച്ച് കിട്ടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ബാല്യക്കാരനെ, സരപ്തയിലെ വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്ത്രീ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവപുരുഷനാണ് എന്ന്. നിൻ്റെ നാവിന്മേലുള്ള ദൈവത്തിൻ്റെ അതിന് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. 3.5 വർഷം ആ വീട്ടിൽ താമസിച്ചു. ഈ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ
ആ വിധവയായ സ്ത്രീ പറയുകയാണ്, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നീ ദൈവത്തിൻ്റെ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാം പ്രവാചകനെ കർമ്മേലിൽ കാണുന്നത്. കർമ്മേൽ ഗിരിയിൽ, കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ പ്രവാചകൻ നിന്നു. ആഹാബിനെ വിളിച്ചു. രാജാവ് വന്നു. പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ആരാധനാ വിഗ്രഹങ്ങളായ ബാൽ പ്രതിഷ്ഠകളുണ്ട്, അശേരാ പ്രതിഷ്ഠകളുണ്ട്, ബാൽ വിഗ്രഹങ്ങളുണ്ട്. അങ്ങയുടെ ദേവന്മാരോടെല്ലാം വിളിച്ചപേക്ഷിക്കൂ. അങ്ങയുടെ ദേവന്മാരുടെ പുരോഹിതന്മാരെ വിളിക്കൂ, അവർ വരട്ടെ, അവരെല്ലാവരും വന്ന് നിൽക്കട്ടെ. എന്നിട്ട് ഒരു കാളയെ കണ്ണം കണ്ണമായി അറുത്ത് വയ്ക്കുക. സ്വർഗത്തിൽ തീയിറങ്ങി ആ കാളയെ ദഹിപ്പിക്കുകയാണെങ്കിൽ സാക്ഷാൽ ദൈവമാണെന്ന് മനസ്സിലാകും. ജനങ്ങളെല്ലാം കൂട്ടത്തോടെ പറഞ്ഞു, അത് ശരിയാണ്, നല്ല വാക്കാണ്, നല്ല വാക്ക്. കാരണം സ്വർഗത്തിലെ തീ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത് അത്ഭുത കാര്യമല്ലേ. അത് സംഭവിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് സാക്ഷാൽ ദൈവമാണെന്ന് മനസ്സിലാക്കാം. രാജാവിൻ്റെ ആളുകൾ അശേരാ പ്രതിഷ്ഠകളും ബാൽ വിഗ്രഹങ്ങളും അസ്തോരദേവിയും എല്ലാവരും അവരുടെ വിഗ്രഹങ്ങളും അവരുടെ പൂജാവിഗ്രഹങ്ങളും അവരുടെ പുരോഹിതന്മാരും എല്ലാവരും വന്ന് അണിനിരുന്നു. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് ആളുകൊണ്ട് വെട്ടിയും ഉച്ചത്തിൽ അട്ടഹസിച്ചും ഗർജിച്ചും ബാലയെ ഉത്തരവിടണമേ, ബാൽ എന്ന് വെച്ചാൽ വിഗ്രഹം, ഒരു ജാതീയ ദേവനാണ്. ബാലയെ ഉത്തരവിടണമേ എന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരുന്നു. ഒരു ഉത്തരവുണ്ടായില്ല. കാരണം വിഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവാചകൻ നിന്ന് പ്രാർത്ഥിച്ചു. പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ സ്വർഗത്തിൽ തീയിറങ്ങി. പ്രവാചകൻ ഒരു കാര്യം ചെയ്തിരുന്നു. യാഗപീഠം പണിതു, അകന്നുപോയ കല്ലുകളുടെ അടുത്ത് അടുപ്പിച്ച് വെച്ചു. യാഗപീഠം പണിതു. യാഗപീഠത്തിൻ്റെ ചുറ്റും ഒരു തോടുണ്ടാക്കി, തോട്ടിൽ വെള്ളം നിറച്ചു. എന്നിട്ട് യാഗപീഠത്തിന്മേൽ കാളയേർത്ത് വെച്ചു. തീ വന്ന് ഈ വെള്ളം വറ്റിക്കണം. തീ വന്ന് ഈ യാഗപീഠത്തിലുള്ള വസ്തുവിനെ, വെള്ളത്തിൽ മുക്കി വെച്ചതുപോലുള്ള വസ്തുവിനെ തീ വന്ന് ദഹിപ്പിക്കണം. ഇതെല്ലാം സാധിക്കണം. തീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, നീ എന്നെ അയച്ചു എന്നും നിൻ്റെ വചനപ്രകാരമാണ് ഞാനിതെല്ലാം ചെയ്യുന്നതെന്നും ഈ ജനം അറിയേണ്ടതിന് ഇപ്പോൾ കർത്താവേ നീ ഉത്തരവിടണമേ. ദൈവത്തിന് സ്തോത്രം. അപ്പോഴിതാ സ്വർഗത്തിൽ തീയിറങ്ങി. സ്വർഗത്തിൽ തീയിറങ്ങി ആ വസ്തുക്കളെ ദഹിപ്പിച്ചു, എല്ലാം മുഴുവൻ ദഹിപ്പിച്ചു. അപ്പോഴേക്കും ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർക്ക്, ആ വിഗ്രഹാരാധികൾക്ക് വലിയ നിരാശയുണ്ടായി. അവർ ഭയപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു, അവരെല്ലാവരും വെട്ടിക്കൊല്ലുവീനെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ കർമ്മയിലെ വിജയത്തിന് ശേഷം പ്രവാചകൻ ഒരു ഭാഗത്ത് ചെന്ന് തല താഴ്ത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു വിജയമല്ലേ കിട്ടിയത്. മുകളിൽ തീയിറങ്ങിയ കാര്യം നിസ്സാര കാര്യമല്ലല്ലോ. പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ പ്രവാചകൻ അറിയാം, പ്രവാചകൻ്റെ ശക്തി എവിടെയോ ചോർന്നു പോയി എന്ന്. വലിയൊരു അനുഗ്രഹം പകർന്നു. ആ ജനമെല്ലാം അത്ഭുതപ്പെടുമാറ്, അനേകം ബാലിൻ്റെ ആരാധകർ നിരാശപ്പെടുമാറ്, അനേകർ മരിക്കത്തക്കവണ്ണം വധിക്കത്തക്കവണ്ണം വലിയൊരു അത്ഭുതം ദൈവം അവിടെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. വലിയൊരു ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പ്രവാചകൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. ശുശ്രൂഷ മഹത്തായ ശുശ്രൂഷയായിരുന്നു. അനേകം ദൈവമക്കൾ രക്ഷപ്പെടുകയും അനേകം ദൈവമക്കൾക്ക് സമാധാനം കിട്ടുകയും ചെയ്ത അനുഗ്രഹീതമായൊരു ശുശ്രൂഷ. അവിടെ വിഗ്രഹാരാധികളെല്ലാം തകർന്ന് തരിപ്പണമായി നശിച്ചു. ആ വൻകാര്യം നടന്നപ്പോൾ ദൈവം ആ വൻകാര്യം നടത്താൻ ഈ പ്രവാചകനാണ് ദൈവം തൻ്റെ കരങ്ങളിൽ എടുത്തത്. അതുകൊണ്ട് പ്രവാചകൻ്റെ മേൽ തിരിച്ചടി ഉണ്ടായി. പിശാചിൻ്റെ തിരിച്ചടി. പിശാച ഭീകരനാണ്, അവൻ ഭയങ്കരനാണ്. വലിയൊരു വേല പ്രവാചകൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വേല ചെയ്ത പ്രവാചകന് ശത്രുവിൻ്റെ അടിയുണ്ടായി. പ്രവാചകൻ ക്ഷീണിച്ചു. പ്രവാചകൻ പറയുകയാണ്, ഇപ്പോൾ മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഇപ്പോൾ മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. എന്താ കാരണം? ഈ അഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബേൽ അവൾ പ്രവാചകൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച് പറഞ്ഞിച്ചു, നാളെ ഈ നേരത്ത് നിൻ്റെ ശരീരത്തിൽ നിന്റെ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ കൊല്ലിക്കും. നീ ഇനി ഭൂമിയിൽ ജീവനൊടിക്കാൻ ഒരു നേരത്തോട് നേരം കഴിയുന്നതിന് മുമ്പ് നിനക്ക് ഭൂമിയിൽ ജീവനൊടിക്കാൻ സാധിക്കാതെ നിന്നെ കൊന്നുകളയും. അത് കേട്ടപ്പോൾ പ്രവാചകൻ ഭയപ്പെട്ടു. ആദ്യത്തെ വാക്യം മുതൽ വായിക്കാം, 19 വാക്യം മുതൽ. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെപ്പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദായ്ക്കുൾപ്പെട്ട ബെർഷേബയിൽ ചെന്ന്
അവിടെ തൻ്റെ ബാലിക്കാരനെ താമസിപ്പിച്ചു. അവൻ ഭയപ്പെട്ടു. ബാലിൻ്റെ ആരാധകരെ അവൻ ഭയപ്പെട്ടു. ബാലിൻ്റെ ആരാധകരുടെ നേതാവായിരിക്കുന്ന അഹാബ് രാജാവിനെയും ഇസബേൽ രാജ്ഞിയെയും അവൻ ഭയപ്പെട്ടു. ഭയപ്പെടേണ്ട വ്യക്തിയല്ല ഏലിയാവ്. കാരണം ഏലിയാവിന് നേരിട്ട് ദൈവത്തോട് ബന്ധമുള്ളവനാണ്. സ്വർഗത്തിൽ തീ ഇറങ്ങുന്നത് കാണാൻ കഴിഞ്ഞവനും സ്വർഗത്തിൽ തീ ഇറങ്ങുന്നത് അനുഭവിക്കാൻ കഴിഞ്ഞവനുമാണ്. ശത്രുനിരകളെല്ലാം ഛിന്നഭിന്നമാകുന്നത് കണ്ടവനാണ്. എന്നാൽ ഇപ്പോൾ ഏലിയാവ് ക്ഷീണിതനായി. ദൈവമക്കൾക്ക് പലപ്പോഴും പറ്റാറുള്ളൊരു അപകടം ഇതാണ്. അനുഗ്രഹീതമായൊരു ശുശ്രൂഷ കഴിഞ്ഞാൽ അവരെ ക്ഷീണിതരാകും, ആത്മാവിൽ ക്ഷീണിതരാകും. കാരണം ഈ ശരീരത്തിൽ കൂടിയും ഈ അന്തരാത്മാവിൽ കൂടെയുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്. ശരീരത്തിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത് കൊണ്ട് പിശാചായി ശരീരത്തെ ഏതെങ്കിലും തരത്തിൽ ക്ഷീണിപ്പിക്കാൻ നോക്കും, ഏതെങ്കിലും തരത്തിൽ കെടുതിയിലാക്കാൻ നോക്കും, രോഗത്തിലാക്കാൻ നോക്കും. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ കൊണ്ടുവരാൻ നോക്കും. സ്വാഭാവികമാണ്. ഈസബേൽ ഭീഷണിപ്പെടുത്തി, ആ ദുഷ്ടരാജ്ഞി ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഏലിയാവ് ഭയപ്പെട്ടു. ഏലിയാവ് പറഞ്ഞു, കർത്താവേ മതി, ഞാൻ എത്രയൊക്കെ ചെയ്തില്ല, ഇത്രയും മതി കർത്താവേ മതി, യഹോവയെ മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണം, എനിക്ക് മരിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടി ഏലിയാവ് ചിന്തിച്ചില്ല. ദൈവത്തിൻ്റെ കാര്യപരിപാടി ഏലിയാവ് അപ്പോൾ മരിക്കാനല്ല, ഇനിയും വലിയ ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്, വലിയ വേലകൾ ചെയ്യാനുണ്ട്, ദൂരെ യാത്ര ചെയ്യാനുണ്ട്. അത് ഏലിയാവ് ചിന്തിച്ചില്ല. എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ത് എന്ന് ആലോചിച്ചില്ല. എന്നെക്കുറിച്ചുള്ളതായി ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചിന്തിച്ചില്ല. ഏലിയാവ് ഓടിപ്പോയി അവിടെ നിന്ന്. ആ സ്ത്രീയുടെ സൈന്യം വന്ന് വെട്ടിക്കൊല്ലുന്നതിന് മുൻപ് അവിടെ രക്ഷപ്പെട്ട് ഓടിപ്പോയി. കൂടെ ഒരു ബാല്യക്കാരനുണ്ട്. അവിടെ മരുഭൂമിയിൽ ബേർശേവയിൽ ചെന്നപ്പോൾ അവിടെ മരുഭൂമി ബേർശേവയിൽ ആ യൗവനക്കാരനെ നിർത്തി. നീ ഇവിടെ നിൽക്ക്, നീ താമസിക്കൂ, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ ഏലിയാവ് മുന്നോട്ട് പോയി. മരുഭൂമിയിൽ കൂടി ഏലിയാവ് നടന്ന് ക്ഷീണിച്ച് അവസാനം തളർന്ന് ഏലിയാവ് ഒരു ചോരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. ആ ഭാഗം നമുക്ക് വായിക്കാം. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനൊന്നുമല്ല, ഞാനൊരു സാധു മനുഷ്യനാണ്, കർത്താവിന് അറിയാമല്ലോ, എനിക്കിനി പ്രവർത്തിക്കാൻ യോഗ്യതയില്ല, ഇനി പ്രവർത്തിക്കാൻ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുകയില്ല, ഇനി ഇതിൻ്റെ വേല ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല, മതി യഹോവയെ മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട്, ഒരു ദൂതൻ വന്നു. ആ ദൂതൻ വന്ന് അവൻ്റെ വിലാപ്പുറത്ത് തട്ടി. കിടന്നുറങ്ങുകയാണ്, വിലാപ്പുറത്ത് തട്ടി അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് തിന്നുക, നീ ഒന്നും ഒരാഹാരമില്ലാതെ ഇത്രയും ദിവസങ്ങൾ നടക്കുകയില്ലായിരുന്നോ? ഈ കണ്ട 40 ദിവസം നീ ആഹാരം കഴിക്കാതെ ഈ മരുഭൂമിയിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നില്ലേ? ഈ വരണ്ട മരുഭൂമിയിൽ കൂടി ഈ വരൾച്ച അനുഭവിച്ചുകൊണ്ട് നീ ആഹാരമില്ലാതെ നടക്കുകയായിരുന്നില്ലേ? നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അപ്പം തന്നു വിട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഉപേക്ഷിക്കുന്നതിനല്ല ദൈവം, ദൈവത്തിൻ്റെ വേല ചെയ്തു നീ ക്ഷീണിച്ചു എന്നുള്ളതുകൊണ്ട് നിന്നെ തട്ടിക്കളയുന്നതിനല്ല ദൈവം. സ്തോത്രം. നിന്നെ തൊഴിച്ചു മാറ്റുന്നതിനല്ല ദൈവം. ദൈവം സ്നേഹമാണ്. ദൂതൻ പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക, ദൈവം തമ്പുരാൻ്റെ കയ്യിൽ അപ്പം തന്നു വിട്ടിട്ടുണ്ട്, എഴുന്നേറ്റ് തിന്ന്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞു, അപ്പം കണ്ടു, എടുത്ത് തിന്നു. ദൂതനങ്ങ് പോയില്ലേ? ഏലിയാവ് പിന്നെയും കിടന്നങ്ങുറങ്ങി. വലിയ തളർച്ചയായിപ്പോയി, വലിയ തളർച്ച. ആത്മീക ജീവിതത്തിൻ്റെ ഒരു രഹസ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ വേലയിൽ കർത്താവിന് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നവർ ഏതെങ്കിലും കാര്യങ്ങളിൽ കർത്താവിൻ്റെ കയ്യിൽ പ്രയോജനപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവർക്ക് തിരിച്ചടി ഉണ്ടാകാം, ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടാകാം. പിശാചിന് അവരോട് വൈരാഗ്യമാണ്. ഏതെല്ലാം തരത്തിലായിരിക്കും അവർക്ക് എതിർപ്പ് നേരിടേണ്ടി വരുന്നത് ആർക്കറിയാം? ഒരുപക്ഷേ വാക്കുകൾ കൊണ്ടുള്ള എതിർപ്പോ ധിക്കാരപൂർവമായ നടപടികളോ ആയിരുന്നു വരാം. അതല്ലെങ്കിൽ ആളുകൾ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നു വരാം. അതല്ലെങ്കിൽ നമ്മൾ ഒടുക്കിക്കളയുമെന്ന് പറഞ്ഞു വരാം. നമ്മെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മെ പലതരത്തിൽ നമുക്ക് നിരാശ വരുത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം. ശത്രുവിൻ്റെ കെണിയാണിതെല്ലാം. ഇതെല്ലാം കെണിയാണ്. ശത്രു പ്രവർത്തിക്കുന്നതും മനുഷ്യരിൽ കൂടി തന്നെയാണ്. മനുഷ്യരിൽ നിന്നുകൊണ്ടാണ് ശത്രു പ്രവർത്തിക്കുന്നത്. ഈസബേൽ എന്ന ആ നീചരാജ്ഞിയിൽ നിന്നുകൊണ്ട് പിശാച് ചിലത് പ്രവർത്തിച്ചു. ആഹാബ് രാജാവ് എന്ന ആ ദുഷ്ടനായ രാജാവിൽ നിന്നുകൊണ്ട് പിശാച് ചിലത് പ്രവർത്തിച്ചു. എന്ന് ഏലിയാവ് എന്ന ആ ദൈവ മനുഷ്യൻ വളരെ ഭയഭക്തിയോടെ നിന്ന് പോരാടിയതാണ്, യുദ്ധം ചെയ്ത് ജയിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അവൻ തളർന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ നാം തളരരുത്. ആത്മീയ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ക്ഷീണം നമുക്ക് വീട്ടിൽ വന്നാലോ, നമ്മുടെ വീട്ടിലാർക്കെങ്കിലും രോഗം വന്നാലോ, വീട്ടിലാർക്കെങ്കിലും പരീക്ഷ തോറ്റുപോയാലോ, വീട്ടിലാർക്കെങ്കിലും ബിസിനസ് നഷ്ടമായി പോയാലോ നാം നിരാശപ്പെടരുത്. ശത്രു കണിവയ്ക്കുന്നുണ്ട്, അവൻ നമ്മുടെ പിന്നാലെ നിൽക്കുന്നുണ്ട്.
ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് പിന്നെയും കിടന്നുറങ്ങി, ക്ഷീണം മാറുന്നില്ല, പിന്നെയും കിടന്നുറങ്ങി. ദൈവദൂതൻ വന്ന് തട്ടി ഉണർത്തി ആഹാരം കൊടുത്തിട്ടും ആള് ക്ഷീണം മാറുന്നില്ല, പിന്നെയും കിടന്നുറങ്ങി. അടുത്ത വാക്യം. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനന്മേൽ ചുട്ടൊരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. ചുട്ടി അടയിരിക്കുന്നു, ഒരു തുരുത്തി വെള്ളവും ഇരിക്കുന്നു, അത് കണ്ടു. അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. നീ എഴുന്നേൽക്ക്, നീ അലസനായി കിടക്കല്ലേ, നീ ക്ഷീണിതനായി കിടക്കല്ലേ, നീ എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു കൃപയാൽ ഇന്ന് നമ്മൾ മധ്യത്തിലേക്ക് വന്നുകൊണ്ട് നമ്മോട് തട്ടി ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. നിൻ്റെ ജീവിതം തീരാനുള്ളതല്ല. ഈ മരുഭൂമിയിൽ ഒരു അനാഥ പ്രേതം പോലെ കിടക്കേണ്ടവനല്ല നീ. അനാഥ പ്രേതം പോലെ ആരോരും ഇല്ലാത്തവനായി ഇവിടെ മരിച്ചു കിടക്കേണ്ടവനല്ല നീ. നിന്നെക്കുറിച്ച് ദൈവത്തിന് ചില പരമമായ ചില ലക്ഷ്യങ്ങളുണ്ട്, ഉന്നതമായ ചില ലാക്കുകൾ ദൈവത്തിന് നിന്നെക്കുറിച്ചുണ്ട്, ദൈവത്തിൻ്റെ ഉന്നതമായ പ്ലാനുകളുണ്ട്. നീ തളർന്നു കിടക്കാൻ പാടില്ല. എഴുന്നേൽക്ക്. സ്തോത്രം. എഴുന്നേറ്റ് തിന്നുക. പ്രിയപ്പെട്ടവരെ, എഴുന്നേൽക്കാനാണ് ദൈവം പറയുന്നത്. എഴുന്നേറ്റ് തിന്നുക. എഴുന്നേറ്റ് വിളിച്ച് അപേക്ഷിക്കാൻ ദൈവം പറയുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാൻ ദൈവം പറയുന്നു. എഴുന്നേറ്റ് പണിയുകയും ദൈവം പറയുന്നു. എഴുന്നേറ്റ് മടങ്ങിപ്പോകാൻ ദൈവം പറയുന്നു. എഴുന്നേൽക്കാനാണ് പറയുന്നത്. അനേകരും അലസരായി കിടക്കുകയാണ്. പല കാരണങ്ങളാൽ ക്ഷീണിച്ചായിരിക്കും. ശാരീരിക ക്ഷീണം കാണുന്നവരും അല്ല, മാനസികമായ ക്ഷീണം സംഭവിച്ചു വന്നവരും, മറ്റുള്ളവരുടെ അപവാദസരങ്ങളേറ്റ് തളർന്നു പോയിന്ന് വരാം, മറ്റുള്ളവർ ആക്ഷേപിക്കുന്നത് കേട്ട് മനസ്സ് വാടിപ്പോയിന്ന് വരാം. പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളുണ്ട്. കുടുംബത്തിലെ ക്ലേശങ്ങളുണ്ട്. കുടുംബത്തിലുള്ളവർ നാം അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം അനുഭവിക്കാതെ അവർ യഥാർത്ഥ വഴിയിലേക്ക് വരാത്തതുകൊണ്ടുള്ളതായ ക്ലേശങ്ങളുണ്ട്. മനസ്സിൽ തീവ്രമായ ദുഃഖമുണ്ട്. എന്നാൽ കേൾക്കൂ പ്രിയപ്പെട്ടവരെ, നാം അലസരായിരിക്കാൻ പാടില്ല. നാം അലസരായിരുന്നാൽ ശത്രു വിജയിക്കും. ദൈവത്തിന് ചില പദ്ധതികൾ നിന്നെക്കുറിച്ചുണ്ട്. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഈ ചൂരച്ചെടികളിൽ നീ കിടന്നിട്ട് നിനക്ക് എന്ത് കാര്യം? നീ ഗുഹയിൽ കിടന്നിട്ട് നിനക്ക് എന്ത് കാര്യം? നീ മണ്ടത്തരത്തിലായി പോകരുത്, നീ വിഡ്ഢിയായി പോകരുത്. ദൈവത്തിന് നിന്നെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്, ഉന്നതമായ പദ്ധതികൾ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് ഏറ്റെടുക്കണം. എൻ്റെ കർത്താവേ, നിനക്ക് എന്നെക്കുറിച്ച് ചില പദ്ധതികളുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. എനിക്കറിയാമായിരുന്നു, പക്ഷേ ഞാൻ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട്. കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതികൾ നിറവേറാൻ, നിൻ്റെ വഴികളിൽ നിറവേറാൻ ഇതാ ഞാൻ എന്നെ നിനക്ക് തരുന്നു, നിൻ്റെ കാര്യങ്ങളിലേക്ക് തരുന്നു. എന്തെല്ലാമാണോ നിൻ്റെ പദ്ധതികൾ? കർത്താവേ, എനിക്ക് ക്ഷീണം തോന്നുന്നുണ്ട്, എനിക്ക് തടസ്സം തോന്നുന്നുണ്ട്, എനിക്ക് മയക്കം വരുന്നുണ്ട്. കർത്താവേ, ഞാൻ മയങ്ങി വീണു പോവുകയാണ്, എന്നെക്കൊണ്ട് വയ്യ കർത്താവേ എന്ന് പറയുമ്പോഴും ദൈവം പറയുന്നു, അല്ല, നിനക്കിനി ദൂരയാത്ര ചെയ്യുവാനുണ്ട് എന്ന് പറയും ദൈവം. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുള്ള ശക്തി തന്നിട്ടാണ് പറയുന്നത്. ദൂരയാത്ര ചെയ്യുവാനുള്ള ശക്തി നിനക്ക് തരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ക്ലേശങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ആകുലങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ നിരാശാകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ, മുന്നോട്ട് ഗതി കിട്ടാതെ നാം വലയുമ്പോൾ നാം തളർന്നു പോകരുത്, നാം അലസരായി പോകരുത്. പ്രാർത്ഥനയിൽ വിറ്റിരിക്കുക, ദൈവത്തോടുള്ള ബന്ധത്തിൽ വിറ്റിരിക്കുക. കനൽമേൽ ചുട്ട അട ദൈവം കരുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി വെള്ളം ദൈവം കരുതിയിട്ടുണ്ട്. കുടിക്കാൻ വെള്ളവും ഭക്ഷിപ്പാൻ ആഹാരവും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. എല്ലാം കരുതിയിട്ടുണ്ട്. ദൂതൻ രണ്ടാം പ്രാവശ്യം ഏലിയാവിൻ്റെ ചുമലിൽ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് ഇന്ന് തളർന്നിരിക്കുകയാണ്. പല കാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ തളർന്നിരിക്കുന്നവരുണ്ട്, ഓഫീസ് കാര്യങ്ങളിൽ തളർന്നിരിക്കുന്നവരുണ്ട്, ബിസിനസ് രംഗങ്ങളിൽ തളർന്നിരിക്കുന്നവരുണ്ട്, പൈസയുടെ കടം വന്ന് ഓടിയതുകൊണ്ട് തളർന്നു പോയവരുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകും അറിയാൻ പാടില്ല. ഇതിനെന്താണ് പരിഹാരം അറിയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു പരിഹാരമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ലളിതമായ പരിഹാരമാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ ലളിതം. നിങ്ങൾ തന്നെത്താൻ ദൈവസന്നിധിയിൽ ഇരിക്കണം. തനിയെ ഇരിക്കണം, വേറെ ആരും വേണ്ട. ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കൊരാൾ തനിയെ ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ കഴിയുമെങ്കിൽ മുട്ടുമേലിരിക്കുക. എന്നിട്ട് നിങ്ങൾ പറയണം, കർത്താവേ, ഞാനിപ്പോൾ നിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനു വേണ്ടി യാചിച്ചുകൊണ്ട് ഞാനിപ്പോൾ വന്നിരിക്കുകയാണ്. കർത്താവേ, ഒരു കാര്യം എനിക്ക് തിരുവനന്തപുരം ബോധിപ്പിക്കാനുണ്ട്. അവിടുത്തെ നാം ഉച്ചരിപ്പാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ പാപത്തിൽ ജീവിച്ചവനാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പാപം പോയിട്ടില്ല. തെറ്റുകളേറെ വന്നവനാണ്. കർത്താവേ, ലജ്ജാകരമായ തെറ്റുകൾ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. ഞാൻ അഹങ്കാരത്തിൽ വളരെ ഭയങ്കരമായ രീതിയിൽ ഞാൻ അർപ്പിച്ചു പോയവനാണ്. അഹങ്കാരം. കർത്താവേ, എനിക്ക് അഹമ്മതി കൊണ്ട് എന്തെല്ലാമോ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോയവനാണ്.
കരുണയുള്ള കർത്താവേ, എൻ്റെ വിദ്യാഭ്യാസത്തിൽ, എൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളിൽ, എൻ്റെ ശരീരത്തിൻ്റെ കൊഴുപ്പിലും വെഴുപ്പിലും എല്ലാം ഞാൻ അഹങ്കരിച്ചിരുന്നവനാണ്. കർത്താവേ, ഞാൻ അഹങ്കാരിയായിരുന്നു. എനിക്ക് തിരുമുമ്പാകെ വരാൻ യോഗ്യതയില്ല. യേശുവേ, നിന്നെ വെളിപ്പാൻ പോലും എനിക്ക് അർഹതയില്ല. നിന്നെ നാമം ഉച്ചരിപ്പാൻ എനിക്ക് അർഹതയില്ല. എന്നാൽ കർത്താവേ, ഞാനിപ്പോൾ നിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനം പറഞ്ഞിരിക്കുകയാണ്. നീ അത് കേട്ടുവെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം തീരുമാനം മറ്റൊന്നുമല്ല, ഇനിയുള്ള ഓരോ സെക്കൻഡും യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതായിരിക്കും. ഇനിയുള്ള ഓരോ നിമിഷവും യേശു ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതായിരിക്കും. ഇനിയുള്ള ഓരോ നിമിഷവും യേശു ക്രിസ്തുവിന് മാത്രം അവകാശപ്പെട്ടതായിരിക്കും. ഇനി ഒരണു പോലും ഒരു പാവം എന്നിൽ വരികയില്ല. സാത്താനിന് ഇടം കൊടുക്കുകയില്ല. ദുഷ്ടപിശാചിനെ വഞ്ചിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. കർത്താവേ, ഇതെൻ്റെ തീരുമാനമാണ്, ഇതെൻ്റെ സമർപ്പണമാണ്. ഇതുപോലും പൂർത്തീകരിച്ച് തരാൻ നിനക്കേ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ സമർപ്പണം തിരുമുമ്പാകെ പറഞ്ഞുകൊണ്ട് തിരുമുമ്പാകെ ഞാൻ വരികയാണ്. കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ ക്ഷീണിച്ചും തളർന്നും ഞാൻ വിഷാദിച്ചിരിക്കുന്നതായി എൻ്റെ ഈ പ്രശ്നത്തിൽ കർത്താവേ, നിൻ്റെ തൃക്കരം ഒന്ന് തൊടുമോ? കർത്താവേ, നിൻ്റെ തൃക്കരം ഒന്ന് വയ്ക്കുമോ? ഞാനിതാ ഒരു പുതിയ മനുഷ്യനായി തീർന്നിട്ടാണ് നിന്നോട് പറയുന്നത്. നിങ്ങൾ പറയണം. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ കരുണയുള്ള കർത്താവിൻ്റെ കാര്യം നിങ്ങളെ തൊടും. സംശയിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ചുമ്മാ പറയുന്നതല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് പറയുന്നത്. കർത്താവ്, ഇത്രയും കാലം നിൻ്റെ നാമം ഉച്ചരിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ലായിരുന്നു. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ നാമം ഉച്ചരിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. ദൈവമേ, നിൻ്റെ വചനം പറയാൻ എനിക്ക് അർഹതയില്ല. എൻ്റെ കർത്താവേ, നിന്നെ സാക്ഷിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. ഞാനോ നിസ്സാരനായൊരു മനുഷ്യൻ, ഞാനോ പാവിയായൊരു മനുഷ്യൻ, അധർമ്മത്തിൽ പിറന്നവനായൊരു മനുഷ്യൻ. എൻ്റെ കർത്താവേ, എൻ്റെ ജന്മം മുതലേ ഞാൻ പാവിയാണ്. എൻ്റെ കർത്താവേ, എല്ലാ തിന്മകളും എൻ്റെ ശരീരത്തിൽ രക്തത്തിലുണ്ട്. ഞാൻ ചില പാവങ്ങൾ ചെയ്തില്ല എങ്കിലും എൻ്റെ രക്തത്തിൽ അതെല്ലാം ഉണ്ട്. കർത്താവേ, യേശു ക്രിസ്തു എന്ന പരിശുദ്ധനായ നിത്യനായ ദൈവത്തെ വിളിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. എങ്കിലും കർത്താവേ, ഞാൻ തിരുമുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമർപ്പണം നീ ഒന്ന് കാണണമേ, നീ ഒന്ന് നോക്കണമേ. എൻ്റെ ഈ സമർപ്പണത്തിൽ നീ ഒന്ന് നോക്കി എന്നെ നീ ഒന്ന് തൊടണമേ. എൻ്റെ കർത്താവേ, എന്നോട് നീ ഒന്ന് മനസ്സലിയണമേ. എൻ്റെ മേൽ നിന്റെ തൃക്കരൊന്ന് വെക്കണമേ. എന്നെ നീ ഒന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, ഇന്ന് എൻ്റെ ഈ പ്രശ്നം നീ ഒന്ന് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. എൻ്റെ ഈ പ്രശ്നം നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ വെച്ച് തരികയാണ്. ഈ കടബാധ്യത നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വെച്ച് തരികയാണ്. എൻ്റെ കുടുംബത്തിലെ ഈ ബഹളവും ലഹളയും അതെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് വെച്ച് തരികയാണ്. എൻ്റെ മക്കൾ ഒരു സമാധാനമില്ലാതെ അഴലാണ്ട് ഓടി നടക്കുന്നത് ഞാൻ തിരുമുമ്പാകെ വെച്ച് തരികയാണ്. കർത്താവേ, എൻ്റെ മക്കൾ നിന്നെ അറിയാതെയും നിന്നെക്കുറിച്ച് ചിന്തിക്കാതെയും അവർ ലോകത്തിൻ്റെ വഴികൾ കൂടിയും വെറുക്കൂത്തുകളിലും പോകുന്നത് അത് ഞാൻ തിരുമുമ്പാകെ ഞാൻ കൊണ്ടുവരികയാണ്. കർത്താവേ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടക്കേടായി മുഷിച്ചിലായി ഒരു വീട്ടിൽ കഴിയുന്നത് അത് നിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പ്രശ്നങ്ങളെല്ലാമായി ഇതാ നിൻ്റെ ഈ ദാസൻ, നിൻ്റെ ഈ പാവപ്പെട്ട ദാസൻ നിൻ്റെ മുമ്പാകെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് അഭിമാനകരമായി ഒന്നുമില്ലാത്ത ഈ നിസ്സാരനായ പാവി തിരുമുമ്പാകെ വന്ന് നിന്നോട് യാചിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഈ പ്രശ്നത്തിന്മേൽ നിൻ്റെ കരമൊന്ന് വയ്ക്കണം. ഹല്ലേലൂയ. നാഥാ, നിൻ്റെ തൃക്കരം വെച്ച് എന്നെ അനുഗ്രഹിക്കണം. ദൈവമേ, എന്നെ നീ എഴുന്നേൽപ്പിക്കണം. എൻ്റെ കർത്താവേ, ഞാനിപ്പോൾ വീണ്ടും കിടന്നുറങ്ങുകയാണ്. എന്നെ നീ എഴുന്നേൽപ്പിക്കണമേ. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന വചനം ഞാൻ ഓർക്കുന്നു. കർത്താവേ, എനിക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. അനേകം കാര്യങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. അനേകം കാര്യങ്ങൾ നിൻ്റെ നാമത്തിൽ ഇനി ചെയ്യേണ്ടതുണ്ട്. അനേകം കാര്യങ്ങൾ നിൻ്റെ നാമത്തിൽ നിവർത്തിക്കേണ്ടതുണ്ട്. അതിന് ഞാനിതാ എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും തൃപ്പാദങ്ങളിതാ ഞാൻ അടിയറ വയ്ക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൃപ്പാദത്തിലേക്ക് ഇതെല്ലാം അടിയറ വെച്ചുകൊണ്ട് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞാനിതാ യാചിക്കുന്നു. എൻ്റെ നാഥ, നീ എന്നോടൊന്ന് മനസ്സലിയണം. എൻ്റെ പാവങ്ങൾ ഓർക്കല്ലേ, എൻ്റെ അകൃത്യങ്ങൾ കണക്കിടല്ലേ. എന്നെ കടച്ചിട്ട് കീറിത്തരണമേ. എല്ലാ കടച്ചിട്ടും കീറിക്കളയണമേ. എൻ്റെ പാവങ്ങൾ ഓർക്കാതെ എന്നെ ഇപ്പോൾ ഒന്ന് കഴുകി വെടിപ്പാക്കണമേ. നിൻ്റെ ചങ്കിലെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ ഇപ്പോൾ കർത്താവേ, എന്നെ നീ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണമേ. നിൻ്റെ തിരുവിലാവിൽ നിന്ന് എനിക്ക് വേണ്ടി ഒഴുക്കിയ ആ കുറ്റമില്ലാത്ത രക്തം ഒരു തുള്ളി എൻ്റെ മേൽ പതിച്ച് എന്നെ നീ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കുമോ? നിങ്ങൾ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുമോ? എങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹത്തോടും സമാധാനത്തോടും കൊണ്ട് എഴുന്നേൽക്കാം. ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അതിമനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കൂടെ ഞങ്ങൾക്ക് വചനം കേൾക്കാൻ ഈ അവസരം തന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാ ക്രമീകരണങ്ങളും തന്ന് ഞങ്ങളെ നിൻ്റെ വചനം കേൾപ്പിച്ചു തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. നാഥ, നിന്നെ അടുത്തറിയുവാനും നിന്നെ സ്നേഹിപ്പാനും ഒരു പുതിയ ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവേ, തിരുമുമ്പാകെ സമർപ്പിച്ച ഈ മക്കളെല്ലാവരെയും തൃക്കരം നീട്ടി അവിടെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞങ്ങളെല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.